തുടക്കമങ്ങ് ഒടുങ്ങിയാണ് ആരംഭിക്കുന്നത്. മാർട്ടിനസിനെ വീഴ്ത്തിയതിന് ലഭിക്കുന്ന പെനാൽറ്റി മെസ്സിക്ക് പിഴയ്ക്കുന്നുണ്ട്. നിരാശയില്ലാത്ത ഗാലറിക്ക് നടുവിൽ പക്ഷേ ഭാരങ്ങളും ആശങ്കകളും ഇറക്കി വെച്ച കുറിയ മനുഷ്യൻ അയാൾ തെല്ലൊന്ന് നിരാശപ്പെടുന്നുണ്ട്. ഇന്നും തന്നിൽ നിന്നും വിട്ടൊഴിയാത്ത ആത്മാർത്ഥത അർലിംഗ്ടൺ മൈതാനത്ത് പ്രകടമായി. വിമർശക തലച്ചോറുകൾ മന്ത്രിക്കുന്നത് കേൾക്കാം. നേരെ മുന്ന് പുലരണം. അയാളുടെ നിരാശയെ വിറ്റ് നിർവൃതി അടയണം. എന്നാൽ അത്തരം ആത്മസംതൃപ്തിക്ക് പാകപ്പെടാൻ അയാളിൽ നിന്നും അനുവാദം ലഭിക്കേണ്ടേ. മത്സരത്തിൻ്റെ 38-ാം മിനിറ്റ്. അർജന്റീനയുടെ ഹാഫിലെ പൊളിഷനിൽ നിന്നാണ് ആൻറ്റി കൗണ്ടർ ആരംഭിക്കുന്നത് പോലും. അത് ആസ്ട്രിയയുടെ റൈറ്റ് 6 യാർഡിലേക്ക് അൽമേദയുടെ ക്രോസ് റണ്ണിങ്. പാസ് മെഡീനയിലേക്ക്. മെഡീനയിലൂടെ ശേഷം ബോക്സിൻ്റെ അഗ്രഭാഗത്തേക്ക്. ആ സ്പേസിനൊരു ഉടയോനുണ്ട്. നിരന്തരം റയൽമാലിൻ്റെ ഉറക്കം കളഞ്ഞ ഒരിടങ്കാരൻ. അയാൾ അവിടേക്ക് നിയോഗം പോലെ എത്തുന്നുമുണ്ട്. അയാളുടെ പെനാൽറ്റി ആഘോഷിക്കാൻ കാത്തിരുന്നവരുടെ ആത്മനിർവൃതിയെ കീറിമുറിക്കും തരം ഒരു ലെഫ്റ്റ് ഫുട്ട് ഷോട്ട്. വിമർശകരുടെ ആഘോഷങ്ങൾക്കിടയിൽ തീയിട്ട് അയാൾ അർജന്റീനയെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്നതിൻ്റെ അലങ്കാരം അയാളിലേക്ക് കാലം പുതപ്പിക്കുന്നുണ്ട്. അയാൾ എഴുതുന്നതല്ലല്ലോ ചരിത്രം, അയാളാണല്ലോ ചരിത്രം. ഫുട്ബോളിൻ്റെ എക്കാലത്തെയും ഏറ്റവും മികച്ചവനായി അയാൾ മാറിയതും അങ്ങനെയാണല്ലോ. ആസ്ട്രിയയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് പലതുണ്ടായിരുന്നു, കളിയുടെ ഋതം പോലും. പക്ഷേ അർജന്റീനയുടെ ഡിഫൻസിനെ ഭേദിച്ചൊരു ഗോൾ അത് അസംഭവമായിരുന്നു. കഥ സിമ്പിളാണ്. ഒരിക്കൽ കൂടി ഫൈനലങ്ങ് അമേരിക്കയിൽ നിന്നും തങ്ങളുടേതാക്കി മാറ്റണം. ഒരിക്കൽ കൂടി ഉയർത്തിയ കിരീടം തുടർച്ചയായി ബ്യൂണസിൻ്റെ ഷെൽഫിൽ ഭദ്രമാക്കണം. ഇന്നും കരഞ്ഞു കെട്ടടങ്ങാത്ത രോദനം നിലക്കാതെ അങ്ങ് കേട്ടുകൊണ്ടേയിരിക്കണം. ശാന്തതയാണ്. പക്ഷേ പന്ത് കാലിലേക്ക് ആവാഹിക്കപ്പെടുന്ന നേരം അയാൾ ആ മട്ടും രീതിയും അങ്ങ് മാറ്റും. ടൊറന്റിയായും കാലിൽ കുരുത്തങ്ങ് പായും. മങ്ങാത്തൊരു ആനന്ദിതമാണത്. അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഇഞ്ചറി ടൈമിൽ. 90 മിനിറ്റിൻ്റെ തളർച്ച 39-കാരനെ തെല്ലൊന്ന് തൊടാനായില്ല എന്ന തരത്തിലുള്ള കൗണ്ടർ. മെസ്സിയിൽ തുടങ്ങി മെസ്സിയിൽ അവസാനിക്കുന്ന ഗോൾ. ഓസ്ട്രിയയ്ക്കും വിമർശകർക്കും സ്വയം ആസ്വദിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. മോഹങ്ങൾ അപ്പാടെ തല്ലി തകർത്തിടങ്കാലിൽ അയാൾ അവസാനിപ്പിക്കുമെന്ന് കട്ടായം പറയും വരെ അഭയം തേടുക മാത്രമാണ് എല്ലാവർക്കുമുള്ള ഏക പോംവഴി. ലിയോയുടെ ഇടങ്കാലാണ് വീണ്ടും വിജയിപ്പിക്കുന്നത്. അയാൾ തന്നെയാണ് ഇപ്പോഴും അർജന്റീനയുടെ ആത്മാവ്. അതിനെ തീർക്കാൻ പോകുന്ന ഗാന്ധീവം പക്കലുണ്ടെങ്കിൽ പോലും അയാളെ അടക്കാൻ ശ്രമിക്കരുത്. കാരണം ഈ പ്രപഞ്ചത്തെ പോലും തീർക്കാൻ ശേഷിയുള്ള ബ്രഹ്മാസ്ത്രം അയാളുടെ ഇടങ്കാലിലുണ്ട്. അയാളും അർജന്റീനയും ഈ റിസൾട്ടോട് അവസാനിപ്പിക്കുന്നത് ടേബിൾ ടോപ്പിലുമാണ്. അതെ, എൽബിസ് തെലസ്തെ തുടരുകയാണ്.